ഇതിപ്പോ എത്രാമത്തെ തവണയാ ഇതുപോലെ തന്നെ ഉണ്ടാക്കണേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഈ സാധനം കൈ കിട്ടിയാൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കലുള്ളൂ. അപ്പൊ ആദ്യം 2 സവാള ഒന്ന് നൈസായിട്ട് അരിഞ്ഞ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്നങ്ങ് പൊടിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള മഷ്റൂമില്ലേ കൂണ് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു 1/2 ടേബിൾ സ്പൂൺ മതി കേട്ടോ. പിന്നെ 2 പച്ചമുളകും ഒരു ഇത്തിരി കറിവേപ്പിലയും പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ മാത്രം ഒട്ടും പുളിയില്ലാത്ത തൈരും ചേർത്ത് കൈവച്ച് നന്നായി യോജിപ്പിച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കരിഞ്ഞു പോകണ്ട കേട്ടോ. പച്ചമണം മാറുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചായിരുന്ന കൂൺ ചേർത്ത് നല്ല പോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം. ഇത് വേവ് കുറഞ്ഞ കൂണാണേ, അതാ വെള്ളം ഒഴിക്കാത്തെ. പിന്നെ ഇടയിലൊന്ന് തുറന്ന് മിക്സ് ഒക്കെ ആക്കി വീണ്ടും അടച്ചു വെച്ച് വേവിച്ച് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു മഷ്റൂം മസാല തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി കൂൺ കിട്ടുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കൂലേ, അടിപൊളിയാണ്.